ഹലോ വെൽക്കം ബാക്ക് ടു ക്ലൗഡി. ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്നത് ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് ആണ്. ഫസ്റ്റ് സാധനം നെയിം സ്ലിപ്പാണ്. നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു A4 ഷീറ്റ് വേണം. അപ്പോൾ ഈ A4 ഷീറ്റിൽ ഞാൻ നെയിം സ്ലിപ്പിൻ്റെ ചിത്രം വരച്ചെടുക്കാൻ പോവാണ്. വരച്ചെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ 9 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ നമുക്ക് ബ്ലാക്ക് ഇങ്ക് പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ വരക്കണം. പിന്നെ താഴെ ഞാൻ വേറൊരു റാബിറ്റിനെയും കൂടി വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കൂടി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നേരത്തെ കൊടുത്ത അതേ മെഷർമെൻറ്റാണ്, വേറൊരു വ്യത്യാസവും ഇല്ല. പിന്നെ ഞാൻ ചിത്രങ്ങളിൽ കുറച്ച് ഒരു ഡിഫറൻസ് കൊടുത്തുന്നുള്ളൂ. ഞാൻ പെൻസിൽ വെച്ച് വരണതാണ്. ഇതിലും നമുക്ക് പെന്ന് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് വരാം. അപ്പോൾ എഴുതിയിരിക്കുന്നത് നെയിം, ക്ലാസ്, സബ്ജക്റ്റ്, സ്കൂള്, ഡിവിഷൻ, പിന്നെ 3-4 ലാബ്സും പിന്നെ ഫ്ലവേഴ്സും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് പോലെയുള്ള തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റാബിറ്റ്സിനൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇവിടെ 4 ഭാഗത്തായിട്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയിം സ്ലിപ്പിൽ നമ്മുടെ പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്നത് നെയിം, ക്ലാസ്, സബ്ജക്റ്റ്, ഡിവിഷൻ, റോൾ നമ്പർ പിന്നെ സ്കൂളൊക്കെയാണ്. ഞാനിതിൽ റോൾ നമ്പർ കൊടുക്കാൻ വിട്ടുപോയി. ഇനി ഒരു പ്രാവശ്യം കൂടി നമ്മൾ അടുത്ത ബാക്ക് ടു സ്കൂൾ സപ്ലൈ ചെയ്യാമല്ലോ, അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പെൻസിൽ വെച്ച് വരച്ചിട്ട് പെന്ന് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ വൃത്തി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ വരച്ച് തീർത്തിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഇത് മൊത്തം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് കളർ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന് മൊത്തത്തിലൊന്ന് പിങ്ക് കളർ കൊടുത്തെടുക്കണം. ഞാൻ പിങ്കും പർപ്പിളും ആണ് 2 നെയിം സ്ലിപ്പിന് വേണ്ടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ക്യൂട്ടിൽ പ്രത്യേകം വരുന്നൊരു കളറാണല്ലോ പിങ്കും പർപ്പിളും. അപ്പോൾ ഞാൻ ഈ പറയുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ പറയുന്നുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കിട്ടില്ല. നമ്മൾ പെട്ടെന്ന് പറയുന്നതാണല്ലോ ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ എനിക്കൊന്നും കിട്ടത്തില്ല. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇതൊക്കെ കളറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. റാബിറ്റ് ക്യൂട്ടായിട്ടുള്ളൊരു റാബിറ്റാണ്. അപ്പോൾ നെയിം, ക്ലാസ്, സബ്ജക്റ്റ്, സ്കൂള്, ഡിവിഷനൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് താഴത്തോട്ടേക്ക് പോവാം. താഴത്തോട്ടേക്ക് ഞാൻ പെൻസിൽ വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മുകളിലത്ത് ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. താഴത്തെ പെൻസിൽ വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ പെന്ന് വെച്ച് ഔട്ട്ലൈനും വരക്കണം. അതോടൊപ്പം തന്നെ കളറും കൊടുക്കണം. അപ്പോൾ നെയിം, ക്ലാസ്, സബ്ജക്റ്റ്, ഡിവിഷൻ, റാബിറ്റ്, ഫ്ലവേഴ്സ്, ലവ്, ബോർഡർ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഔട്ട്ലൈൻ കൊടുത്തിട്ട് വരാം. ഇത് ചെയ്യാൻ അത്ര വലിയ പാടൊന്നുമില്ല, പക്ഷേ ഇതിലും സിമ്പിളായ മെത്തേഡ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അത് ഇതിനേക്കാൾ സിമ്പിളാണ്. അപ്പോൾ നെയിം സ്ലിപ്പും കൂടി കണ്ടിട്ടേ നിങ്ങൾ പോവാകൂ, അല്ലാതെ ഫാസ്റ്റാക്കി പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കാം. അപ്പം ഞാനിത് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്ലൈൻ ചെയ്തതായിട്ടുള്ള ലുക്ക്. അപ്പോൾ നമുക്കിതിന് മൊത്തത്തിലൊന്ന് കളർ കൊടുക്കണം. അപ്പോൾ ഞാനിൽ പർപ്പിളും ബ്ലൂ കളറുമാണ് എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ പർപ്പിൾ കളറ് നമുക്ക് അടിക്കണം. പർപ്പിളും ബ്ലൂ മാത്രമല്ല, ഫ്ലവറിന് പിങ്ക് കൊടുക്കണം. ഫ്ലവറിന് പിങ്കും ഗ്രീനും, പിന്നെ പൂക്കൾക്കും വേറെ എന്തെങ്കിലും കളർ കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൊടുത്തിട്ട് കാണാം. മൊത്തത്തിൽ നമുക്ക് നല്ലൊരു വയലറ്റും ആ പിങ്കും കളർ തീമിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൊടുത്ത് വരാം. ഞാൻ ആദ്യം ഇങ്ങനെ ബോർഡറിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ റാബിറ്റിൻ്റെ മുകളിലൊക്കെയാണ് ആവുക. ഓക്കെ, അപ്പോൾ നമ്മൾ കളറൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള 2 നെയിം സ്ലിപ്സാണ് നമുക്ക് ഇന്നത്തെ ഇതിലുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തിട്ടാണ് ഇനി ബാക്കി പരിപാടികൾ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ കത്രിക കൊണ്ട് കാണിക്കുന്നത് ഇത് വെട്ടി എന്ന് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ, അല്ലാതെ വെറുതെ ഞാൻ കത്രിക കൊണ്ട് കാണിച്ചു തരുന്നത്.
അപ്പോൾ ഇത് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ടും കാണാനായിട്ട്. ഇതിലും സിമ്പിളായ മെത്തേഡാണ് ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു നെയിം സ്ലിപ്പിനെക്കാട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അത് നമുക്ക് ജസ്റ്റ് ഒരു ഇത് മാത്രം മതി. ഒരു പേപ്പറും ഒരു ബ്ലാക്ക് സ്കെച്ചോ അങ്ങനെ എന്തെങ്കിലും മതി. ഇതുപോലെ നമ്മൾ ചിത്രം കാര്യമായിട്ട് ചിത്രം വരക്കൊന്നും നമുക്ക് ആവശ്യമില്ല. പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാലേ മനസ്സിലാവും. അപ്പോൾ നമുക്ക് അങ്ങനെ പോകാം. ഇതുണ്ടാക്കാൻ സിമ്പിളാണ്. നമ്മളൊരു സ്ക്വയർ ഷേപ്പ് ഉള്ള ഒരു A4 ഷീറ്റിൽ നമ്മൾ നേരത്തെ നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയ A4 ഷീറ്റിൽ തന്നെ സ്ക്വയർ ഷേപ്പ് ഇതാക്കിയിട്ട് റെയിൻബോയുടെ ഒരു റാ ഷേപ്പ് അതുപോലത്തെ ഷേപ്പുകൾ കുഞ്ഞു കുഞ്ഞ് വരച്ചു കൊടുക്കുക. അതൊരു സ്ക്വയർ പോലത്തെ. എനിക്ക് പറയാൻ അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക. അപ്പം അതിങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത ഔട്ട്ലൈൻ വരച്ച പെന്നുണ്ടല്ലോ, അത് വെച്ചിട്ട് അതിൻ്റെ ട്രേസ് മാർക്ക് വരക്കുന്ന പോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. നമ്മൾ ഡോട്ട് ഡോട്ടും പിന്നെ ലൈൻസ് ആക്കിയിട്ട് ട്രേസ് മാർക്ക് വരക്കില്ല, അതുപോലത്തെ ലൈൻസ് ആയിട്ടുള്ള ട്രേസ് മാർക്ക് അതിൻ്റെ അതിൽ തന്നെ വരച്ചു കൊടുക്കുക. എനിക്ക് പറയാൻ അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ചിലപ്പോൾ റാ എന്ന് പറഞ്ഞാലും ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല, ചില ആൾക്കാർ റെയിൻബോ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് മനസ്സിലാവില്ല. അങ്ങനത്തെവരൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് മനസ്സിലാക്കുക. എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, മലയാളമായാലും ഇംഗ്ലീഷായാലും എനിക്ക് അത്ര പറഞ്ഞു തരാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, അതുകൊണ്ട് എനിക്ക് അത്ര കാര്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കിക്കോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ നെയിം, ക്ലാസ്, ഡിവിഷൻ എഴുതിയില്ലേ, നമ്മൾ നേരത്തെ നെയിം സ്ലിപ്പ് ചെയ്തതുപോലെ നെയിമും ക്ലാസ്സും ഡിവിഷനും പെൻസിൽ വെച്ച് ചെയ്തിട്ട് അതിൻ്റെ നമ്മൾ പെന്ന് വെച്ച് എഴുതുന്നില്ല ഞാനിത്. എൻ്റെ അടുത്ത് തെറ്റിപ്പോവില്ല എന്ന് എനിക്കൊന്നും തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതാത്തത്. തെറ്റിപ്പോകുമെന്ന് തോന്നുന്നവർ അങ്ങനെ എഴുതിയിട്ട് ചെയ്താൽ മതി. പക്ഷേ എനിക്ക് ചെറിയൊരു ഫ്ലോപ്പ് പറ്റി ഗൈസ്. ക്ലാസ് എഴുതിയതിന് ശേഷം അതിൻ്റെ വരയില്ലേ, നമ്മൾ ട്രേസ് മാർക്ക് പോലെ കൊടുക്കുന്ന വര, ആ വരയ്ക്ക് ചെറിയൊരു വളവുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവിഷനും ക്ലാസ്സും ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് സബ്ജക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളും എഴുതിയിട്ട് നമ്മുടെ ഒരു ബാച്ച് അങ്ങ് തീർക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറോ ചിത്രമോ ഇങ്ങനെ എന്തെങ്കിലും വരച്ചു കൊടുക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചെറിയ കളർ വെച്ചിട്ട് ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ചിത്രം നിങ്ങൾക്ക് വരക്കണമെങ്കിൽ സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. പിൻട്രസ്റ്റിൽ പോവുക, പിന്നെ അതിൽ നിന്ന് ഒരു ചിത്രം എടുക്കുക, ഡൗൺലോഡ് ഇമേജ് എടുക്കുക, എന്നിട്ട് ഇമേജ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് പേപ്പർ കോപ്പി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ആ പേപ്പർ കോപ്പി ആപ്പിൽ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ഇമേജ് ചെയ്ത ചിത്രം അതിലുണ്ടാവും. അപ്പോൾ ആ ചിത്രം എടുത്തിട്ട് ട്രേസ് ചെയ്യുക. ഓക്കെ, അത് ഞാൻ പിന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഞാനിവിടെ ഒരു ക്ലൗഡിൻ്റെ സ്റ്റിക്കറായിരുന്നു എടുത്തത്. അപ്പോൾ ക്ലൗഡിൻ്റെ സ്റ്റിക്കർ എടുത്തപ്പോൾ ഒരു പണി എനിക്ക് വലിയ ഒരു പണി കിട്ടിയിട്ടുണ്ട്. ആ ക്ലൗഡ് രണ്ടായിട്ട് അങ്ങ് മുറിഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങനെയല്ലോ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ വെള്ളിങ്ങനെ തിരിയുന്നില്ല, മുറിഞ്ഞു പോയതാണെന്നുള്ളത്. കുഴപ്പമില്ലായിരുന്നു, അത് ഒരുമിച്ച് വയ്ക്കാൻ കുറച്ച് പണിയായിരുന്നു. ഇങ്ങനെയെല്ലാം ഒരുമിച്ച് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു നെയിം സ്ലിപ്പ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേനൊക്കെ ഒരു സിമ്പിളുമാണ്, കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൽ ഏത് നെയിം സ്ലിപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുമോ. അപ്പോൾ നെയിം സ്ലിപ്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്തത് ബുക്ക് മാർക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് ബുക്ക് മാർക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മളുടെ ഉണ്ടാക്കിയ നെയിം സ്ലിപ്പിൻ്റെ ബാക്കി A4 ഷീറ്റിലെ ബാക്കി ഭാഗം ഉണ്ടാവില്ലേ, അതിൽ നിന്ന് 2 കഷ്ണങ്ങൾ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ പ്രോസസ്സ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇത് 2 എണ്ണം ഉണ്ട്, 2ൽ നമുക്ക് 2 രീതിയിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് സ്കെച്ചസ് വെച്ചിട്ട്, ഇതിന് കുറച്ച് സ്കെച്ചസിൻ്റെ ആവശ്യം കൂടുതലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഇതിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഐഡിയ ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. കളർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്രീന്, ബ്ലൂ, ഓറഞ്ച്, യെല്ലോ, റെഡാണ്. അപ്പോൾ ഈ ഒരു
6 കളേഴ്സ് 6 അല്ലെങ്കിൽ 5 കളേഴ്സ് നമുക്ക് വേണ്ടു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിനെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഇതിൽ റൗണ്ടില്ലേ നമ്മുടെ എങ്ങനെയാണ് പറഞ്ഞു തരിക, നമ്മുടെ ബബിൾസ് പോലെ ചെയ്ത് കൊടുക്കുക. ബബിൾസിൻ്റെ ഓരോരോ ഭാഗം പേപ്പറിൽ വന്ന പോലെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കണ്ടിട്ട് എൻ്റെ മനസ്സിലാക്കിക്കും. എനിക്ക് ഇത് വിശദീകരിച്ച് പറയണമെന്ന് അറിയില്ല. നമ്മൾ ഫസ്റ്റ് ഗ്രീന് കൊടുത്തു, പിന്നെ റെഡ് കൊടുത്തു. റെഡൊക്കെ ഞാൻ കുറച്ചുകൂടി സ്പീഡിലാണ് ഞാൻ ചെയ്ത് തീർത്തത്. പക്ഷേ ബ്രഷ് പെൻ ആയതുകൊണ്ട് വേഗം കഴിയുകയും ചെയ്യും. ഇതിലെനിക്കൊരു വമ്പൻ ഫ്ലോപ്പിനെ പറ്റിയിട്ടുണ്ട്. ഞാൻ തന്നെ പറഞ്ഞിട്ട് അതിൻ്റെ ത്രില്ല് ഞാൻ അങ്ങ് കളയുന്നില്ല. നിങ്ങൾ തന്നെ കണ്ടിട്ട് മനസ്സിലാക്കി എന്താണ് ഫ്ലോപ്പ് എന്നുള്ളത്. ഞാൻ പെട്ടെന്ന് തന്നെ കൊടുക്കുന്നുണ്ട്, പേപ്പർ ഇടയ്ക്കിടയ്ക്ക് പാറിപ്പോകുന്നുണ്ട്. ഞാൻ ആദ്യം ഓറഞ്ച്, റെഡ്, ബ്ലൂ, യെല്ലോ, ഇനി അടുത്ത ഗ്രീനാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. യെല്ലോ വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും കൊടുക്കണം എന്നുണ്ട്, പക്ഷെ കൊടുക്കാൻ ഇങ്ങോട്ടാണ് കൊടുക്കുക എന്നുള്ളത് എനിക്കൊന്നും തരുന്നില്ല. ഞാൻ പെട്ടെന്ന് ഗ്രീനും കൊടുത്തു. അപ്പോൾ വേറെ ഇങ്ങനെ ബബിൾസ് പോലെ ബോൾസ് പോലെ ആക്കിയിട്ട് ഗ്രീന് നമുക്ക് അവിടെ ഇവിടെ ഒക്കെ എടുത്ത് കൊടുക്കാം. ഗ്രീനും യെല്ലോവും ബ്ലൂവും റെഡും ഓറഞ്ചും ഒക്കെ ആക്കിയിട്ട് നിങ്ങൾ തന്നെ മേശയുടെ സൈഡ് കാണുന്നുണ്ടാവും, മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്. അതൊക്കെ ഇനിയിപ്പോൾ വൃത്തിയാക്കണം. അപ്പോൾ നമ്മൾ റെഡും ഗ്രീനും ഒക്കെ വെച്ചിട്ട് ബബിൾസൊക്കെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഡെവലപ്മെൻറ്റ് വെച്ചിട്ട് എന്തൊക്കെ പരിപാടിയാണ് എനിക്ക് കിട്ടാൻ പോകണമെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചിരിച്ച് വീഴും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രയും എനിക്ക് തന്നെ ചിരി വന്നൊരു കാര്യമാണ്. ഞാൻ അത്രയും കാര്യമായിട്ട് പറഞ്ഞ് അത്രയും കാര്യമായിട്ട് ചെയ്ത് വന്നപ്പോൾ ഒരു വല്ലാത്തൊരു ഫ്ലോപ്പ്. നിങ്ങൾ എന്നെ കണ്ട് മനസ്സിലാക്കുക എന്താണെന്ന്. ഈ പെന്ന് വെച്ച് ഔട്ട്ലൈൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോരോ ഇലകൾ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇപ്പം ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് ഈ ഒരു ബുക്ക് മാർക്ക്. കടൽ ക്ലൗഡാണ് ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ എന്ന് വേണേൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ ക്ലൗഡാണ് ഞാൻ പൊതുവേ ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. കടൽ ക്ലൗഡ്, നിനു ഷാജി, വേറൊരു യൂട്യൂബ് ചാനൽ കൂടി ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല ഏതാണെന്ന്. അപ്പോൾ ഞാനിത് കടൽ ക്ലൗഡിൽ കണ്ട ഒന്നാണ് എന്ന് തോന്നുന്നു. കടൽ ക്ലൗഡിലായിരുന്നോ നിനു ഷാജിയിലായിരുന്നു? കടൽ ക്ലൗഡിലാണെന്ന് തോന്നലാണ്, എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ അറ്റത്ത് ഞാനൊരു പൂവ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പൂവിൻ്റെ കോലം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, വരച്ച കോലം കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് മൊത്തത്തിലേ ഒരു ഫ്ലോപ്പായി പോയിട്ടുണ്ട്. പിന്നെയാണ് പണി പാളിയല്ലോ എന്ന് മനസ്സിലായത്. ഞാൻ വീണ്ടും അതിൻ്റെ മുകളിൽ കളറ് കൊടുക്കാൻ വിചാരിച്ചു, പിന്നെ അതൊന്നും നടന്നില്ല. നടുഭാഗത്തൊരു യെല്ലോ കളറ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു ഓറഞ്ച് വെച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അത് പക്ഷേങ്കിൽ വമ്പൻ ഫ്ലോപ്പായിപ്പോയി ഗൈസ്. അപ്പോൾ അത് മൊത്തത്തിൽ ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ നമുക്ക് വേറെ ഇതൊക്കെ ബാക്കിയൊക്കെ ശരിയാണ്. ആ ലാസ്റ്റത്തെ പൂവിലാണ് നമ്മുടെ പാളിപ്പോയത്. സാരമില്ല, നമുക്ക് വേറൊന്നും കൂടി ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. നേരത്തെ ഒക്കെ നമ്മൾ ചെറുതായിരുന്നു ബബിൾസ് കൊടുത്തത്, ഇതിൽ കുറച്ചുകൂടി വലുതാക്കിയിട്ട് കൊടുക്കാം. എന്നാലും കുറച്ചുകൂടി എളുപ്പമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഫ്ലോപ്പായിപ്പോയത് കണ്ടിട്ട് ചിരിച്ചവരാരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. എന്നിട്ട് നമ്മൾ ഇത് കണ്ടില്ല, മറ്റേതും ഇതും തമ്മിൽ കുറച്ച് ഷേപ്പിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ചെടുത്തിട്ടുള്ളൂ, അളവൊന്നും നോക്കിയിട്ടില്ല. ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പ് സ്ക്വയർ അല്ല സോറി റെക്റ്റാങ്കിൾ ഷേപ്പ് അത് നോക്കിയിട്ട് അങ്ങ് എടുത്തത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രീന് കൊടുത്തു, യെല്ലോ കൊടുത്തു, റെഡ് കൊടുത്തു. നേരത്തെ തൊട്ട് ഏറ്റവും വലിയ ബിൽഡപ്പ് ഒന്നും കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഫ്ലോപ്പായപ്പോൾ തന്നെ എനിക്ക് മതിയായി പോയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഫ്ലോപ്പായി പോകുമെന്ന് അറിയില്ലല്ലോ, അപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് ബിൽഡപ്പ് ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ഞാൻ ചെറുതാക്കി വരച്ചത് വീണ്ടും കുറച്ചുകൂടി വലുതാക്കി വരച്ചു. ഇപ്പം തന്നെ ഏകദേശം ഫുള്ളായില്ലേ. അപ്പോൾ നമ്മൾ ബ്ലൂ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡ് കുറച്ച് ഫുള്ളായി കിട്ടും, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ വരച്ച പോലെ തന്നെ ബബിൾസ് വരച്ചു കൊടുക്കാം. അപ്പോൾ ബബിൾസ് വരച്ചു കൊടുക്കാം.
നേരത്തേക്കാട്ട് കുറച്ചുകൂടി ബെറ്ററാണിത്. എന്നാലും കൊടുക്കുമ്പോൾ തോന്നി ഇനി അയ്യൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഫസ്റ്റ് ബ്ലൂ ആയിരുന്നു നമ്മൾ ബബിൾസിൽ കൊടുത്തത്. പിന്നെ ഗ്രീന് രണ്ട് സ്ഥലത്തൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എവിടെയൊക്കെ ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഞാൻ യെല്ലോ ആണ് രണ്ടെണ്ണത്ത് കൊണ്ടുവന്നത്. പിന്നെ ഏതൊക്കെ എടുക്കണം എന്തൊക്കെ എടുക്കണം എന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന്. അപ്പോൾ നമ്മൾ റെഡ് എടുത്തു പെട്ടെന്ന്. അപ്പോൾ അതിലും ബബിൾസ് ചെയ്ത് കൊടുത്തു. കാണാൻ ഇതിൽ നേരത്തേക്കാട്ടും കുറച്ചുകൂടി മെനയും ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിതൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ചിരി വരികയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ ചെയ്തതിൻ്റെ ഒരു ആലോചിച്ചിട്ട് ചിരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഫ്ലോപ്പായിപ്പോയില്ലേ, അതിങ്ങനെ വിചാരിച്ച് ചിരിക്കാൻ വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റെപ്പൊക്കെ മാറിപ്പോയി. നമ്മൾ റെഡിൻ്റെ അടുത്ത് ഓറഞ്ച് ബബിൾസും കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ വരച്ച പോലെ വള്ളി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ വരച്ചതിൻ്റെ തൊട്ട് പൂവല്ല അറ്റത്ത് വരക്കുന്നത്. വള്ളി താഴെ നോട്ട് മുകളിൽ വരെ മുട്ടിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടി സിമ്പിൾ. പെട്ടെന്ന് നമുക്ക് ഇല ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്തായാലും ഇത് ഫ്ലോപ്പായി പോകാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം വെച്ചാൽ നേരത്തെ എൻ്റെ തൊട്ടുള്ള അബദ്ധങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു സ്റ്റിക്കറും കൂടി അറ്റത്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ ഞാൻ എടുത്ത ഇതുണ്ടല്ലോ, എനിക്ക് കിട്ടുന്നില്ല. നേരത്തെ ഞാനെടുത്ത സ്റ്റിക്കേഴ്സ് കവായ് സ്റ്റിക്കേഴ്സ്, അതിൽ ഞാൻ നേരത്തെ കണ്ടുവച്ചിരുന്നു ഒരു ഹാവ് ഫൺ എന്നുള്ളൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. കണ്ടില്ല, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കരടി ബണ്ണിയാന്ന് തോന്നുന്നത്. അതും ഉള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ നമ്മൾ ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നണ്ടേ. പിന്നെ മേശയുടെ ഒരു ഭാഗം നിങ്ങൾ തന്നെ കാണുന്നുണ്ടോ, മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടെല്ലാം വൃത്തിയാക്കി വെക്കണം. അപ്പോൾ ഇതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ബുക്ക് തുറന്നപ്പോഴേ ക്യാമറയുടെ മുന്നിൽ. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു മാപ്പ്, ചെറിയൊരു ഇന്ത്യൻ്റെ എന്തിൻ്റെ ഒരു മാപ്പാണ്. അപ്പോൾ അതിലിങ്ങനെ വയ്ക്കുകയാണ്. തല തിരിഞ്ഞു, അയ്യോ വീണ്ടും തിരിഞ്ഞു. ഓക്കെ, ഇപ്പം ശരിയായി. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അടയ്ക്കുക. സോറി, നമ്മളെ സ്റ്റിക്കർ ഇപ്പോൾ കാണുന്നില്ല. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പം കാണുന്നില്ല സ്റ്റിക്കർ. അത് ഒരു ബിയറും ബണ്ണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഈ ഒരു ബുക്ക് മാർക്ക് വെച്ച ഭാഗം കാണും. ഇതാണ് ഇതിൻ്റെ ഉപയോഗം. അപ്പോൾ എൻ്റെ എല്ലാ സാധനങ്ങളും റെഡിയാണ്. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഈ 3 നെയിം സ്ലിപ്സാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടുപിടിക്കണ്ടേ, ടൈം എടുക്കും. അങ്ങനെ 3 നെയിം സ്ലിപ്സും എനിക്ക് ഈ നെയിം സ്ലിപ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്യൂട്ട് നെയിം സ്ലിപ്പാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു അത്ര വലിയ പണിയുമില്ല, പക്ഷെങ്കിൽ നല്ല ക്യൂട്ടുമാണ്. ബാക്കിയുള്ള 2 വെച്ച് നോക്കുമ്പോൾ കുറച്ച് പണി കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കാം, ക്യൂട്ടായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ വേറെ ഉണ്ടാക്കാം. ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.